സത്യം. ഇന്ന് 550 രൂപ പാലാണ് ഞാൻ എടുത്തത്. ഈ ഷാജിദ ഷാജിയുടെ ലൈവിൽ ഒരു മനുഷ്യനെ പറയുമ്പോഴത്തേക്ക് പരമാവധി ഞാൻ താഴ്ന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? അള്ള ഉണ്ടല്ലോ എന്നത്. എല്ലാന്നും ഞാൻ കേൾക്കില്ല, എല്ലാം ഞാൻ ഇതാവില്ല. എനിക്കും ഉണ്ടൊരു മനസ്സ്. നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളുമല്ലോ, അതുപോലെ എന്നെ പറഞ്ഞാലും ഒരു പരിധി വരെയൊക്കെ ഞാൻ സഹിക്കും. കരഞ്ഞ കാര്യം എന്തെന്നറിയാമോ? നിങ്ങൾ പറഞ്ഞ 50 പേര്, പിന്നെ മക്കളെ എരന്ന കാര്യം. നമ്മുടെ നാട്ടിൽ ഇരക്കുക എന്ന ഒരു വാക്ക് പറയില്ല, സഹായം ചോദിക്കുക, മാന്യതയായിട്ട് സംസാരിക്കുക സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ. അന്ന് സ്കൂൾ വിട്ട് പിന്നെ അന്ന് താമസിച്ചാണ് വന്നത്. കൈയൊന്നും വൃത്തിയാക്കിയില്ല, കൈയൊക്കെ കഴുകിയിട്ടും പോയില്ല, 2 കൈയിലും കറയുണ്ട്. പിന്നെ ഇന്നിപ്പോ ഈ ഒരു വീഡിയോയിലങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ സോഷ്യൽ മീഡിയയിൽ വന്നത് ഇത് തൊട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം എന്തവസ്ഥയാണ് എൻ്റെതെന്നും എങ്ങനെയാണ് ഞാനെന്നും. ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അത് എൻ്റെ കയ്യിൽ നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ്. പിന്നെ രണ്ടാമത് മസ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറഞ്ഞു ഞാൻ ഷാജിദ ഷാജിയുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്. അൽഹംദുലില്ലാഹ്, ആരെ വീഡിയോ വേണോ കാണാം. ഞാൻ ഇതുവരെ ഇപ്പൊ ഷാജിദ ഷാജിയുടെ ഒരു ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവില് ഷാജിദ ഷാജിയില് എൻ്റെ കയ്യിൽ പുതിയ ഫോൺ ആയതുകൊണ്ട് എനിക്ക് ഫോൺ അധികം യൂസ് ചെയ്യാൻ അറിയില്ല, റെക്കോർഡ് സിസ്റ്റം ഇല്ല. അത് ഞാൻ ഓട്ടോമാറ്റിക് നമ്മൾ അഡീഷണൽ സെറ്റിങ്സ് ചെയ്താലേ അതിനകത്ത് ഞാൻ കുറച്ച് ലൈവ് കണ്ടായിരുന്നു. കാരണം ഷാജിദ ഷാജിയുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. ഞാൻ സബ്സ്ക്രൈബ് ആണെങ്കിലും നമ്മൾ എടുത്തിട്ടേക്കുന്ന വീഡിയോയിൽ വരും. അതിനകത്ത് ഷാജിദ ഷാജി പറയുന്നത് ഞാൻ എന്താണ് ഊടായിപ്പാണെന്നും ഞാൻ ഇതുവരെയും നിങ്ങൾക്ക് ഒരു വിഷമവും ഉണ്ടാകുന്ന തരത്തിലൊരു വീഡിയോ ചെയ്തിട്ടില്ല, ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ജോലി എനിക്കിതല്ല, സോഷ്യൽ മീഡിയ അല്ല ജീവിതം. ഞാൻ എന്നെ ഒക്കുന്ന സമയത്ത് മക്കളെ പഠിപ്പിക്കലും മക്കളുടെ കാര്യവും എൻ്റെ കാര്യവും ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ മുൻനിർത്തും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ചെക്ക് ചെയ്താൽ അറിയാം ഞാൻ ഒരു റോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ എന്ന്. നമ്മൾ സോഷ്യൽ മീഡിയ എനിക്ക് അഭിനയിക്കേണ്ട കാര്യമല്ല, എൻ്റെ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് കാട്ടിത്തരണം. പിന്നെ നിവർത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെയാ വന്നത്. അതുപോലെ എല്ലാവരും പറഞ്ഞുകൊണ്ടുള്ള റിപ്ലൈ ആണ് പറഞ്ഞത്, നീ ഷാജിദ ഷാജിയെ പോലെ ആകരുത് എന്ന് പറഞ്ഞതിനുള്ള റിപ്ലൈ ആണ്. ഞാൻ ആര് വീഡിയോയുടെ അടിയിലും പോയിട്ട് ഒരു കമന്റ് ഇട്ടിട്ടില്ല. ഷാജിദ ഷാജി പറഞ്ഞുകൊണ്ട് ചാരിറ്റി വഴിയാണ് എനിക്ക് വീട് സഹായിച്ചതെന്ന് ഫസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം. ഷാജിദ ഷാജിനെ അർദ്ധരാത്രി ആരോ വിളിച്ചെന്നും പറഞ്ഞ് ഫോൺ റെക്കോർഡ്. പിന്നെ ഷാജിദ ഷാജി 2-3 പേരെടുത്ത് പറഞ്ഞു മസ്റൂറ ഫാത്തിമാക്ക് ഹെൽപ്പ് ചെയ്തിട്ടാണ്. എനിക്കിപ്പോൾ കള്ളം പറഞ്ഞിട്ട് നിങ്ങളെ മുമ്പ് വന്നു ഒരാൾ സലാം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം, അതായത് ഒരു മഹർ ഒരു പുരുഷൻ, ഞാൻ എൻ്റെ വീഡിയോയിൽ അടിയിൽ വന്നിട്ട് പറയുന്നത് ഒരു മഹർ ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു കല്യാണത്തിന് ഒരു മാല ഒരു പുരുഷൻ ഇടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരും സ്വർണമാണെങ്കിൽ ഇടും എന്നൊരു എന്നിട്ട് ആ വീഡിയോ ഞാൻ അപ്പോഴും ഡിലീറ്റ് ചെയ്തു. സത്യമാണ്. പക്ഷേ ഈ ഷാജിദ വന്ന് എന്നിട്ട് ഞാൻ വിളിച്ചു, എനിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നമ്പർ ഉണ്ടെന്ന് ആരോ പറഞ്ഞൊരു അറിവ് വെച്ചിട്ട് വിളിച്ചപ്പോഴത്തേക്ക് സലാം പറഞ്ഞു. 2 വട്ടം ആ റെക്കോർഡ് ഷാജിദ പറയുന്നുണ്ടല്ലോ ഇട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടണം. ആ റെക്കോർഡിൽ 2 വട്ടം ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട്. ഷാജിദ ഷാജി എന്താ പറഞ്ഞ 50 പേരെ കൊണ്ട് അവസാനം ഞാൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതും 1 മിനിറ്റോ 2 മിനിറ്റോ അത്രയിനകത്ത് മൊത്തം ഷാജിദ എന്തോ സൗണ്ടുകളൊക്കെ ആയിരുന്നു. എനിക്കറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതാ ക്ലാരിഫിക്കേഷൻ തരുന്നു. ഷാജിദ ഷാജിനെ എനിക്ക് അറിയില്ല. ഞാൻ ഷാജിദ ഷാജിയെ പോലെ ഒരു ഭർത്താവില്ലാത്തൊരു സ്ത്രീയാണ്. അപ്പോഴ് ഷാജിദ ഷാജിക്കും ഭർത്താവില്ല. അപ്പോഴ് ഒരാൾ സഹായിക്കുമ്പോൾ നിങ്ങളെ മാറ്റം നാട്ടുകാരെ വിഷമിപ്പിച്ചു എന്നതായിരിക്കും എനിക്ക് വന്ന കമന്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഷാജിദ ഷാജി ആരെന്ന് പോലും അറിയില്ല. ഫസ്റ്റ് ഒരു ഷാജിദക്ക് ഒരു വീഡിയോ ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിലാണ് ഞാൻ ഇത് കാണുന്നത്. പക്ഷെ ഷാജിദ ഷാജി പറഞ്ഞതിനല്ല ഞാൻ റിപ്ലൈ കൊടുത്തത്. കട്ടായകളെ ഷാജിദ ഷാജി പറഞ്ഞതിലാണ് ഞാൻ റിപ്ലൈ കൊടുത്തത്, അല്ല കൊടുത്തത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് പറഞ്ഞതിലാണ് റിപ്ലൈ കൊടുത്തത്. പിന്നെ നമ്മുടെ ആരെന്ത് പേര് പറഞ്ഞാലും അത് നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ വിളിക്കാം. എല്ലാവരും സർട്ടിഫിക്കറ്റ് ഫോൺ നേരെ പോയി മോളെ, എല്ലാവരും സർട്ടിഫിക്കറ്റും കൂടി ലൈവിലൊക്കെ പറയുമ്പോൾ എടി പൊടി എന്നൊക്കെ ഒരു സംസാരം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ നീ അത് വീട്ടിൽ പോയി വിളിക്കണം. അതേപോലെ എന്നെ വിളിക്കണ്ട, ഞാൻ ഊടായിപ്പല്ല, എൻ്റെ ലൈഫ് ആണ് ഞാൻ നിങ്ങളുടെ മുമ്പ് കാണിക്കുന്നത്. പിന്നെ കരയേണ്ടുന്ന സാഹചര്യം വരുമ്പം നമ്മൾ മനുഷ്യർക്ക് കണ്ണീര് വരും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് തുഴയുന്നവരാകുമ്പോൾ. എൻ്റെ അടുത്ത് എടുത്ത വായിലേ ചോദിച്ച ചോദ്യമാണ്, നിനക്ക് വസ്തുവായി ഫോൺ തന്നെ കാര്യം, നിനക്ക് വസ്തുവായില്ലേ, വീടായില്ലേ? വസ്തു തരും, ഉമ്മ ഇഷ്ടദാനം തന്നതാണ്. അത് പെൺമക്കൾക്ക് ഉമ്മമാര് കൊടുക്കും, ഉള്ളതിൽ നിന്നൊരു വിഹിതമാണ് എനിക്ക് തന്നത്.
എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്. വെറുതെ ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് 24 മണിക്കൂർ ലൈവും 24 മണിക്കൂർ സോഷ്യൽ മീഡിയയും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. 4 പേരെ വയറ് കഴിയണം. എനിക്ക് എല്ലാവരും സഹായിക്കുന്നത് ഉറുമ്പ് പൂനെ കൂട്ടും പോലെയാണ് എൻ്റെ വീട് വരുന്നത്. എത്ര നാൾ കൊണ്ട് തുടങ്ങിയ വീടാണ് പടച്ചവനിയെന്ന് അറിയാമോ? ഉള്ളതെല്ലാം വിറ്റുപറക്കി. എന്നിട്ടും തികയാത്തത് കൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ ചോദിച്ചത്. ഷാജിയുടെ ലൈവ് ഞാൻ കുറച്ച് കാണുന്നുണ്ട്. നമ്മൾ പറയുന്ന നിങ്ങൾക്ക് മക്കൾക്ക് ഭാവി ഉള്ളതുപോലെ എൻ്റെ മക്കൾക്കും ഭാവിയുണ്ട് എന്ന് ഓർക്കണം. ഞാൻ പ്രതികരിക്കുകയല്ല, പറയുമ്പോൾ വാക്കുകൾ ഒരു മനുഷ്യൻ്റെ കൂടെ പറയുമ്പോൾ സമൂഹത്തിലാണ്, സോഷ്യൽ മീഡിയയിലാണ് എന്നൊരു ബോധം മനസ്സിൽ വെക്കുക. ഈ നിമിഷം വരെയും വല്ലാഹി ചോറ് തിന്നിട്ടില്ല. മക്കള് സ്കൂൾ വിട്ട് വന്ന് കൈ പോലെ റബ്ബ് സത്യം വൃത്തിയാക്കുന്നതേ ഉള്ളൂ. കൈ കാലിൻ്റെയൊക്കെ കോലങ്ങൾ കാണണം. എന്നിട്ട് വേണം എനിക്ക് കുളിച്ച് നിസ്കരിച്ച് എൻ്റെതായ കാര്യങ്ങൾ നോക്കാൻ. എൻ്റെ ഉമ്മച്ചിമാരെ 40-ാം നാളാ. നിങ്ങൾ പറയുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണം എൻ്റെ വീഡിയോ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്യാം. ഞാൻ വരും. ഞാൻ എന്നിട്ട് ആ വീഡിയോസ് ഞാൻ ഇട്ടിട്ടില്ല. ഷാജിദ എന്താ ചെയ്തത്? എൻ്റെ വീഡിയോന്റെ അടിയിൽ വന്നിട്ട് എന്നിട്ട് ഞാൻ ചൊറിഞ്ഞാ മാന്തി തരുമെന്ന്. ചൊറിഞ്ഞാ മാന്തിയൊന്നും വേണ്ട. നമുക്ക് അള്ള ഉണ്ട്. നിങ്ങൾക്കുള്ള അള്ള തന്നെ എനിക്കുള്ള അള്ള. അതുകൊണ്ട് ഞാൻ ഇപ്പം പറയണ്, സംസാരിക്കുമ്പം നിങ്ങളാണ് നീ മറ്റോള് എന്ന് പറയരുത്. നിങ്ങളാണ് എൻ്റെ കൂടെ പേര് സോഷ്യൽ മീഡിയയിൽ ആദ്യമായി എടുത്തിട്ടത്. മസ്റൂറ ഫാത്തിമാക്ക്, മഷൂറ എന്നാണ് പറഞ്ഞത്. മഷൂറ ഫാത്തിമാക്ക് വീടായല്ലോ. മഷൂറ ഫാത്തിമാക്ക് വീടായെങ്കിൽ 3500 രൂപ കിടന്നിട്ട് ഈ രാവന്തിയോളം പകലെടുത്തിട്ട് തോട്ടത്തിന്റെ ഇടയിലും ഞാൻ സോഷ്യൽ മീഡിയയിലുള്ളവരടുത്ത് സംസാരിക്കുന്നുണ്ട് ഇടയ്ക്ക് ഫ്രീ കിട്ടുന്ന സമയത്ത്. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കിടപ്പായിപ്പോ എൻ്റെ വീട്ടിൽ ആരുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടൊക്കെ എവിടെ വേണോ പോവാം. പക്ഷെ എൻ്റെ മക്കൾ അങ്ങനെ അല്ല. എൻ്റെ ചിറകിനുള്ളിൽ അടക്കിയാലേ പറ്റുള്ളൂ. എനിക്ക് വലിയ മക്കളല്ല. നമുക്കൊന്നും പറ്റൂല. ഉമ്മ ഇങ്ങനെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മക്കൾ അതനുസരിച്ച് നോക്കി തന്നെയാ കൊണ്ടുപോണത്. പടച്ചവൻ സത്യം. ഇന്ന് 550 രൂപ പാലാണ് ഞാൻ എടുത്തത്. ഈ ഷാജിയുടെ ലൈവിൽ ഒരു മനുഷ്യനെ പറയുമ്പോഴത്തേക്ക് പരമാവധി ഞാൻ താഴ്ന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? അള്ള ഉണ്ടല്ലോ എന്നത്. എല്ലാന്നും ഞാൻ കേൾക്കില്ല, എല്ലാം ഞാൻ ഇതാവില്ല. എനിക്കും ഉണ്ടൊരു മനസ്സ്. നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളുമല്ലോ. അതുപോലെ എന്നെ പറഞ്ഞാലും ഒരു പരിധി വരെയൊക്കെ ഞാൻ സഹിക്കും. കരഞ്ഞ കാര്യം എന്തെന്നറിയാമോ? നിങ്ങൾ പറഞ്ഞ 50 പേര്, പിന്നെ മക്കളെ എരന്ന കാര്യം. നമ്മുടെ നാട്ടിൽ ഇരക്കുക എന്ന ഒരു വാക്ക് പറയില്ല, സഹായം ചോദിക്കുക. മാന്യതയായിട്ട് പറയാനൊന്നും പറ്റില്ല. എൻ്റെ മുമ്പല്ല, ഒരു സോഷ്യൽ മീഡിയ ആകുമ്പോൾ പല മൈൻഡിലുള്ള ആൾക്കാരാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങളാണ് എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് ബാഡ് കമന്റ് ഇട്ടത്. നീ അങ്ങനെ നിനക്ക് ഇത് കറണ്ട് ഇല്ലെങ്കിൽ അതൊക്കെ എന്ത് സംസാര? ഷാജിദാന്റെ കമന്റ് ഇപ്പോഴും അതിനകത്തുണ്ട്. അത്ര ഞാൻ ഇപ്പോഴും പറയണം, അത്ര ഇതാണെന്നുണ്ടെങ്കിൽ ആ ഫോൺ റെക്കോർഡ് സോഷ്യൽ മീഡിയയിൽ ഇടുക. എന്താണ് ഞാൻ സംസാരിച്ചത് എന്ന് പറഞ്ഞ നിങ്ങളാണ് പറഞ്ഞത് റോങ് ആയിട്ട് 50 പേരെ കൊണ്ട്. നാവല്ല കഴിവ്, ഒരു മനുഷ്യന്റെ സത്യസന്ധതയാണ് കഴിവ്. ആദ്യം ഓർക്കുക. എനിക്ക് സത്യം പറഞ്ഞിട്ട് ഈ ലൈവ് കണ്ടിട്ട് ദുഃഖം. എൻ്റെ പേര് ഇനി ഉച്ചരിക്കരുത്. ഞാൻ നിങ്ങളുടെ ആരെ കാര്യം എൻ്റെ ലൈവിൽ പറയുന്നില്ല, എൻ്റെ ഇതിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നില്ല, ഒന്നും പറയില്ല. ചാരിറ്റി അല്ല മസ്റൂറാക്ക് സഹായിക്കുന്നത്, പാവങ്ങളെ പൈസയാണ്. അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ എത്ര മിനിറ്റ് ആയി വന്ന പിടിച്ചാണെന്നുള്ള പേര് മോൾക്ക് കൈ കഴിച്ചേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് അറിയാമോ? ഇത് കട്ട് ചെയ്തിട്ട് ഇനി എന്തിലിട്ടാലും ശരി തന്നെ എൻ്റെ സത്യം എനിക്ക് ശരിയാണ്. ഞാൻ ഇതുവരെയും വരണ്ട ക്യാമറ വരണേക്കളെ. കാരണം എന്ന് വെച്ചാൽ മക്കള് ഡ്രസ്സ് യൂണിഫോം ഊരി. ഇപ്പൊ മോന് വന്നാൽ യൂട്യൂബിൽ പ്രശ്നമല്ലേ. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഒരാളെടുത്ത് ഞാൻ സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ടിട്ട് എന്നെ സഹായം ചോദിച്ചത്. നമ്മൾ ഒരു പെട്ടെന്നൊരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. മാറും ഇൻഷാ അല്ലാഹ്. വീടൊക്കെ ഈ കഷ്ടപ്പാടിൽ നിന്ന് കുറച്ച് അറുതി വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും വരുമ്പോഴും എന്റേതായ രീതിയിൽ തന്നെയാണ് വരുന്നത്. അതിൽ നിങ്ങളെയൊന്നും ഒന്ന് ഞാൻ മുതലാക്കാൻ വേണ്ടി, നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ ആണ്. എന്തും ഒരു വാക്ക് ഒരാളെ പറയാന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. നിങ്ങൾ കേസിന്റെ സമൂഹത്തിന്റെ മുമ്പ് എന്തിനാ കൊണ്ടുവരും? ആ തെളിവ്, ആ ഫോൺ റെക്കോർഡ് ഷാജിദ പച്ചയ്ക്ക് ഇടുക. ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. അസ്സലാമു അലൈക്കും.